അപ്പോഴേ പറഞ്ഞില്ലേ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന്റെ പ്രത്യാഘാതം എന്ന നിലയിൽ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. സമരം ശക്തിപ്പെട്ടു, കോൺഗ്രസ് പിന്തുണച്ചു. നിക്കക്കള്ളിയില്ലാതെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നാണല്ലോ ഇപ്പോൾ വാർത്ത. അദ്ദേഹത്തിന്റെ രാജിക്കത്തിലെ പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കുമായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. രാഷ്ട്രത്തിന്റെ അടിത്തറ തന്നെ ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. രാജ്യത്തെ യുവാക്കളുടെ അഭിലാഷങ്ങളെയും വികാരങ്ങളെയും പ്രതീക്ഷകളെയും ഞാൻ മാനിക്കുന്നു. ഇന്ത്യയിലെ യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് രാജ്യത്തിന്റെ പ്രതിബദ്ധതയാണ്. ഇതാണ് ധർമ്മേന്ദ്ര പ്രധാൻ പങ്കുവച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ രാജിക്കത്തിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. CJP നേതൃത്വം നൽകിയ ഇന്ത്യയിലെ ജെൻ സി വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രാജി എന്ന് വ്യാഖ്യാനിക്കാം. കോൺഗ്രസ് പിന്തുണച്ചിരിക്കുന്നു. ഇതാ ഞങ്ങളുടെ വിജയം, ഇതാ ഇന്ത്യയിലെ യുവാക്കളുടെ വിജയം. ഒരുപക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, അങ്ങനെ പറയുന്നതിൽ തെറ്റുമില്ല. ഇനിയാണ് നമ്മൾക്കിതിന്റെ രാഷ്ട്രീയ അന്തർനാടകങ്ങളിലേക്ക് പോകേണ്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയല്ല, അദ്ദേഹത്തെ പുറത്താക്കുമെന്ന് തന്നെ നേരത്തെ തന്നെ വാർത്തയുണ്ടായിരുന്നു. എന്നാണ് ആ വാർത്ത? കഴിഞ്ഞ മാസം 2026 ജൂൺ മാസം ആദ്യവാരം തന്നെ ദേശീയ പത്രങ്ങളും അതേപോലെ വിദേശ മാധ്യമങ്ങളും ദേശീയ ചാനലുകളും അടക്കം ഒരു വാർത്ത നൽകി. എന്താണ് ആ വാർത്ത? കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു. അങ്ങനെ മാത്രമാണോ? അതിന്റെ സാധ്യതകളെ കുറിച്ചും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ആ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളുണ്ടല്ലോ, പോയി പരിശോധിക്കാം. ആ റിപ്പോർട്ടുകൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ മാറ്റും. ഒന്നാമത്തെ മന്ത്രിയുടെ പേര് ധർമ്മേന്ദ്ര പ്രധാൻ ആയിരുന്നു. ആ റിപ്പോർട്ടുകൾ ഇപ്പോഴും തെളിവായുണ്ട്. രണ്ടാമത് ആ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയെ മാറ്റും. അങ്ങനെ ഈ 2 പ്രധാനപ്പെട്ട മന്ത്രിമാരെ മാറ്റിക്കൊണ്ടായിരിക്കും കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായിരിക്കുക. ഇനി ആ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശിവസേന ഷിൻഡെ ഗ്രൂപ്പിന് പുനഃസംഘടനയിൽ സ്ഥാനം നൽകും. തീർന്നില്ല, AAP വിട്ട് BJPയിലേക്ക് ചേർന്ന രാഘവ് ചദ്ദയ്ക്കും അശോക് മിത്രയ്ക്കും ഈ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ പ്രാതിനിധ്യം നൽകും. മറ്റൊന്ന്, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശശികാന്ത ദാസിനെ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തും. ഇതാണ് ജൂൺ മാസം 1-ാം തീയതി മുതൽ പ്രസിദ്ധീകരിച്ചു വന്ന പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാ ദേശീയ മാധ്യമങ്ങളുടെയും പ്രാദേശിക മാധ്യമങ്ങളുടെയും തലക്കെട്ട്. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുൻപോ പിൻപോ ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട 2 പേരെ ഒഴിവാക്കും. അതിലെ ഒന്നാമത്തെയാൾ ധർമ്മേന്ദ്ര പ്രധാനാണ്. രണ്ടാമത്തെയാൾ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ്. ഇതായിരുന്നു ജൂൺ മാസം 1-ാം തീയതി മുതൽ തുടർച്ചയായി നമ്മുടെ ദേശീയ മാധ്യമങ്ങളടക്കം കൊടുത്തിരുന്ന വാർത്ത. ഇനിയാണ് ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഈ വാർത്ത കൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി CJP ഇതൊരു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമായി ഉപയോഗിച്ചു എന്നാണ് അവർ നിരാഹാരം സമരം തുടങ്ങിയത്. 2026 ജൂൺ മാസം 1-ാം തീയതി മുതൽ വന്ന ഈ വാർത്ത കൃത്യമാണ് എന്ന് അഭിജിത് ദീപ്കെ നയിക്കുന്ന CJPക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു. അവർ അതോടുകൂടി ഒരു നിരാഹാര സമരം ജന്തർ മന്ദറിൽ ആരംഭിച്ചു. എന്നാണ് ആ സമരം തുടങ്ങുന്നത്? ജൂൺ മാസം 20-ാം തീയതി എന്നാണ് വാർത്ത വരുന്നത്. ജൂൺ മാസം ആദ്യത്തെ ആഴ്ചയിലെ വാർത്തയിൽ എന്താണ് പറയുന്നത്? കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് സ്ഥാനമുണ്ടാകില്ല. കൃത്യമായി തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നു. ആ റിപ്പോർട്ട് കൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് CJP സമരം ആരംഭിക്കുന്നു. എന്നാണ് ജൂൺ 20-ാം തീയതി സമരം ആരംഭിക്കുന്നു. ആ സമരത്തിന് ഒരു പിന്തുണയും ഉണ്ടായിരുന്നില്ല. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങുന്ന ഈ ജൂലൈ മാസം 20-ാം തീയതി വരെ അഭിജിത് ദീപ്കയും സോനം വാങ്ചുക്കും അടക്കുന്ന 10-20 പേരാണ് ജന്തർ മന്ദർ കിടന്നത്. ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ 20-ാം തീയതി അഭിജിത് ദീപ്കെ വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം നടത്തിയ നിരാഹാര സമരം അവസാനിപ്പിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ അത് കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസ് ഉപയോഗിച്ചു. അങ്ങനെ
അങ്ങനെ ആ സമരത്തെ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് രണ്ടോ 10 20 വിദ്യാർത്ഥികളാണെന്ന് ഉണ്ടായിരുന്നത്. അഭിജിത്ത് കെയും കൂട്ടരും അത് വിദ്യാർത്ഥികളാണ് എന്തോ ഉറപ്പാണുള്ളത്. അങ്ങനെ കൂലിക്കെടുത്തവരാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 10 20 പേരോ നടത്തിയ ആരും ഒരു മാധ്യമങ്ങളും തിരിഞ്ഞു നോക്കാതിരുന്ന ആ സമരത്തെ 20-ാം തീയതി കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തതോടുകൂടിയാണ് രാജ്യമാകെ ഈ ഒരു സമരം ശ്രദ്ധിക്കപ്പെട്ടത്. അങ്ങനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം ഇവർ ഉന്നയിച്ചു. നേരത്തെ തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ ഒഴിവാക്കുമെന്നുള്ള കൃത്യമായ വാർത്ത പുറത്തു വന്നല്ലോ. അതുകൊണ്ട് ഇവർക്ക് ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾ സമരം ചെയ്തതിന്റെ ഫലമായി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് വരുത്താം. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇവരുടെ സമ്മർദ്ദ ഫലമായിട്ടല്ല ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് നമ്മൾ അറിയണം. കാരണം നേരത്തെ തന്നെ അത് തീരുമാനിച്ച് ഉറപ്പിച്ചതാണ്. മാത്രമല്ല, ജൂലൈ 16-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയുടെ അജണ്ട എന്തായിരുന്നു? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെയും മന്ത്രി ഹർദീപ് സിംഗ് പുരിയെയും അടക്കമുള്ളവരെ മാറ്റുക, പുനഃസംഘടനയിൽ അവർക്ക് സ്ഥാനം നൽകാതിരിക്കുക, അവരെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു ജൂലൈ 16-ാം തീയതി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതും ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തു. അതോടുകൂടി CJPക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ധർമ്മേന്ദ്ര പ്രധാന് എതിരായി സമരം ചെയ്യുക, അദ്ദേഹത്തെ എന്തായാലും മാറ്റുമല്ലോ, അത് ഞങ്ങളുടെ ക്രെഡിറ്റിലാണ് മാറ്റേണ്ടത് എന്ന് CJP തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ധർമ്മേന്ദ്ര പ്രധാന് എതിരായിട്ട് ഉള്ള സമരം അവരെ ശക്തിപ്പെടുത്തി. അത് കൃത്യമായി തന്നെ കോൺഗ്രസിനും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ മാസം 20-ാം തീയതി അഭിജിത്ത് ദീപ്കയുടെ സമരത്തെ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തത്, ഇന്ത്യ സഖ്യം ഹൈജാക്ക് ചെയ്തത്. അവരുടെ രാഷ്ട്രീയ വിജയമായി ഇപ്പോൾ ആഘോഷിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുണ്ടല്ലോ, അത് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതാണ് അദ്ദേഹത്തെ പുറത്താക്കുമെന്ന്. അതുകൊണ്ട് ഇപ്പോഴവർ കൃത്യമായി തന്നെ, അത് അവരുടെ അജണ്ടയാണ്, അവർക്കറിയാം ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുമെന്ന് അവർക്കറിയാം. പക്ഷേ അത് അവരുടെ ക്രെഡിറ്റിലാവണം എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ക്രെഡിറ്റാണ് ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ സംഘവും അതേപോലെ കോൺഗ്രസ് അടങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസുകാരും ഇന്ത്യ സഖ്യവും ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഞങ്ങളുടെ സമ്മർദ്ദ ഫലമായി ഇതാ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. എന്നാൽ അതിന് പിന്നിലേക്ക് നോക്കുമ്പോൾ അതല്ല യാഥാർത്ഥ്യമെന്ന് നമുക്കറിയാമല്ലോ. ഇവരെ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് ഇവരെ മാറ്റാൻ. അതായത് ധർമ്മേന്ദ്ര പ്രധാനെയും മന്ത്രി ഹർദീപ് സിംഗ് പുരിയെയും മാറ്റാൻ നേരത്തെ തന്നെ BJP തീരുമാനമെടുത്തതാണ്. ആ തീരുമാനം വരുന്നതിന് മുൻപ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ക്രെഡിറ്റിൽ എഴുതി ചേർക്കുന്നത് ആരാണ്? അഭിജിത്ത് ദീപ്കയും രാഹുൽ ഗാന്ധിയുമാണ്. യഥാർത്ഥത്തിൽ അവരുടെ ക്രെഡിറ്റിലല്ല ഈ രാജി. അദ്ദേഹത്തെ പുറത്താക്കാൻ എന്നെ തീരുമാനിച്ചതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായി മാത്രമുണ്ടായതാണ് എന്നാണ് ഇപ്പോൾ അഭിജിത്ത് ദീപ്കയും കോൺഗ്രസും പറയുന്നത്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. അദ്ദേഹത്തെ നേരത്തെ തന്നെ BJP ഒഴിവാക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചു എന്ന് മാത്രം. അതിന് ക്രെഡിറ്റ് അവകാശപ്പെടാൻ യാതൊരു അർഹതയും CJPക്കും കോൺഗ്രസിനുമില്ല. കാരണം ഇത് നേരത്തെ തന്നെ BJPയുടെ അജണ്ടയായിരുന്നു. ആ അജണ്ട അദ്ദേഹം രാജി മുഖേനയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം. അദ്ദേഹത്തെ രാജിവെച്ചില്ലെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കും എന്ന് തന്നെയായിരുന്നു BJPയുടെ തീരുമാനം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.